നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന വടക്കുപുറത്ത് പാട്ട് എന്ന ആചാരത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് വേണ്ടി 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വടക്കുപുറത്ത് പാട്ട് എന്ന ആചാരം ചെയ്യുന്നത്. 2025 ഏപ്രിൽ മാസത്തിലാണ് ഇപ്രാവശ്യം വടക്കുപുറത്ത് പാട്ട് നടക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് വടക്കുപുറത്ത് പാട്ടിന്റെ ഐതിഹ്യം ഒന്ന് കാണാം. ഓം നമഃശിവായ. അമ്മേ നാരായണ. വടക്കുപുറത്ത് പാട്ട് ഐതിഹ്യം. പണ്ട് വടക്കുംകൂർ രാജാവിന് രാജവാഴ്ച ഉണ്ടായിരുന്ന കാലത്ത് വൈക്കം ദേശത്ത് വസൂരി എന്ന സാംക്രമിക രോഗം പടർന്നു പിടിക്കുകയുണ്ടായി. 2 മാസക്കാലമായിട്ടും വർദ്ധിച്ചു വരുന്നതല്ലാതെ ശമിക്കുന്ന ലക്ഷണമൊന്നും കണ്ടു തുടങ്ങിയില്ല. ഇക്കാലത്തിനിടയിൽ നാട്ടിൽ അനേകം ആളുകൾ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ തുടർന്നാൽ ജനങ്ങളെല്ലാം നശിച്ചു പോകുമല്ലോ എന്നുള്ള വിചാരവും ഭയവും ജനങ്ങളുടെയും രാജാവിൻ്റെയും മനസ്സിൽ അങ്കുരിച്ചു. രാജാവ് ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വയ്പ്പിച്ചു നോക്കി. അപ്പോൾ വസൂരി മുതലായ രോഗങ്ങൾ ഉണ്ടാകുന്നത് കുജന്റെ വിരോധം കൊണ്ടാണെന്നും കുജന്റെ ദേവത ഭദ്രകാളിയാണെന്നും ദേവതാകൃത വിരോധശാന്തയെ ദേവതാമനം ഏവയുജ്യതേ എന്നുള്ളതുകൊണ്ട് ഈ രോഗബാധ ശമനത്തിന് ഭദ്രകാളിയെ സേവിക്കുക തന്നെയാണ് വേണ്ടതെന്നും കേരളത്തിലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രാധാന്യം കൊടുങ്ങല്ലൂർക്കാണെന്നും അതിനാൽ അവിടെ ചെന്ന് ഭജിച്ച് അവിടെ നിന്നും ഉണ്ടാകുന്ന കൽപ്പന പോലെ ഈ ആപത്ത് ഒഴിവാക്കുമെന്നും വിധിച്ചു. അതിനാൽ രാജാവ് അടുത്ത ദിവസം തന്നെ പുറപ്പെട്ട് കൊടുങ്ങല്ലൂരിലെത്തുകയും തൻ്റെ ദേശത്തിനുണ്ടായിരിക്കുന്ന ആപത്ത് ഒഴിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതിയെ ഭജിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ആ ഭജനം ഒരു മണ്ഡലം അഥവാ 41 ദിവസം ആയപ്പോൾ രാജാവ് രാത്രിയിൽ കിടന്നുറങ്ങിയിരുന്ന സമയം അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടായി. അദ്ദേഹത്തിന്റെ തലയ്ക്കൽ ഒരു സ്ത്രീ ചെന്നു നിന്നുകൊണ്ട് എന്നെ ഉദ്ദേശിച്ച് വൈക്കത്ത് മതിൽക്കകത്ത് വടക്കേ നടയിൽ വച്ച് 12 ദിവസവും കളമെഴുത്തും പാട്ട് കാലം കൂടുന്ന ദിവസം ഒരു ഗുരുതിയും നടത്തിയാൽ തൽക്കാലം ഉണ്ടായിരിക്കുന്ന ആപത്ത് ഒഴിയുമെന്നും ഇങ്ങനെ 12 കൊല്ലം കൂടുമ്പോൾ പതിവായി നടത്തിയാൽ മേലാലും ഈ വിധത്തിലുള്ള ആപത്ത് ഉണ്ടാകുകയില്ലെന്നും പാട്ട് നടത്തേണ്ടത് ഇന്ന പ്രകാരം വേണമെന്നും തലയ്ക്കലിരിക്കുന്ന ഈ വാൾ കൊണ്ടുപോയി ഇതൊരു പീഠത്തിന്മേൽ വച്ച് എന്നെ സങ്കല്പിച്ച് പൂജിച്ചിട്ട് വേണം പാട്ട് നടത്തണമെന്നും പറഞ്ഞതായിട്ടാണ് ദർശനം ഉണ്ടായത്. രാജാവ് ഉടനെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. എങ്കിലും തലയ്ക്കൽ ഒരു വാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ സാക്ഷാൽ ഭഗവതി തന്നെയാണ് തൻ്റെ അടുക്കൽ വന്ന് പാട്ട് നടത്തണമെന്നും മറ്റും അരുളി ചെയ്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിറ്റേ ദിവസം കാലത്ത് രാജാവ് കുളിച്ച് ക്ഷേത്രസന്നിധിയിൽ ചെന്നപ്പോൾ വെളിച്ചപ്പാട് തുള്ളി രാജാവിനോട് ഇന്നലെ അടുത്ത് വന്നിരുന്നത് ഞാൻ തന്നെയാണെന്നും ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ലെന്നും ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ ആപത്തും അനർത്ഥവുമെല്ലാം നീങ്ങി സുഖം ഉണ്ടാകുമെന്നും കൽപ്പിക്കുകയും പ്രസാദം കൊടുക്കുകയും ചെയ്തു. രാജാവ് ഭക്തിവിശ്വാസങ്ങളോടുകൂടി ആ പ്രസാദം വാങ്ങിക്കൊണ്ട് അകത്ത് ചെന്ന് ശിവനെയും ദേവിമാരെയും വന്ദിക്കുകയും വഴിപാടുകൾ നടത്തി വാളും കൊണ്ട് വൈക്കത്തെത്തുകയും ദേവി കൽപ്പിച്ചിരിക്കുന്നത് പോലെ ആഘോഷപൂർവ്വം പാട്ട് നടത്തുകയും പാട്ട് കാലം കൂടിയപ്പോഴേക്കും വസൂരി ബാധ ദേശത്തു നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അന്ന് വടക്കുംകൂർ രാജാവിന് ദേവി കൊടുത്ത വാൾ ഇപ്പോഴും വൈക്കത്ത് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പാട്ട് നടത്തുന്ന കാലങ്ങളിൽ വാദ്യഘോഷങ്ങളോടുകൂടി ആ വാൾ എഴുന്നള്ളിച്ച് വച്ച് പൂജിച്ചിട്ടാണ് പാട്ട് നടത്തുക പതിവുള്ളത്. വടക്കുപുറത്ത് പാട്ട് 12 ദിവസം നടത്തുന്നതും നടത്തേണ്ടതും വലിയ ഉത്സവം പോലെ തന്നെ ആണ്. എല്ലാ ദിവസവും കെങ്കേമമായ എഴുന്നള്ളത്തും വെടിക്കെട്ടും മറ്റും പതിവുണ്ട്. ഓരോ ദിവസവും ഓരോ ദേശക്കാരുടെ പേർക്കാകിയാൽ അവരുടെ മത്സരം കൊണ്ട് എല്ലാ ദിവസവും കേമമാകുകയാണ് പതിവ്. ഇതിനും ഒരു കൊടിയേറ്റ് പതിവുണ്ട്. അതിന് കരക്കാർ കൂടി അടയ്ക്കാമരം മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് നാട്ടി അതിലൊരു കൊടിക്കൂറ് കെട്ടി തൂക്കുകയായിരുന്നു പതിവ്. ഇതിൻ്റെ തന്ത്രികളും പരികർമ്മികളും എല്ലാം കരക്കാർ തന്നെയാണ്. മതിൽക്കകത്ത് വടക്കേ നടയിൽ വലിയ നെടുമ്പുറ കെട്ടി കുത്തിമറച്ച് കെട്ടിവിധാനിച്ച് അലങ്കരിച്ച് അതിൽ വച്ചാണ് കളമെഴുത്തും പാട്ടും നടത്തുന്നത്. കളമെഴുത്തും പാട്ടും ആരംഭിക്കുന്നതിന് 41 ദിവസം മുൻപ് ക്ഷേത്രത്തിൽ വടക്കുപുറത്ത് കാൽനാട്ട് കർമ്മവിധി പ്രകാരം നടത്തുന്നു. വാളും ചിലങ്കയും മാലയും വൈക്കത്തപ്പൻ്റെ ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി
പൂജിച്ച് അവകാശികളായ ചേക്കോട്ട് കുടുംബക്കാരായ വെളിച്ചപ്പാടിനെ ഏൽപ്പിക്കുകയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എതിരേറ്റ് മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷണമൊത്ത പ്ലാവിൽ വാളുകൊണ്ട് കൊത്തിമുറിച്ച മരം നിലം തൊടാതെ എടുത്ത് മാല ചാർത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ശുഭമുഹൂർത്തത്തിൽ വടക്കുപുറത്ത് കാൽനാട്ടുകർമ്മം നിർവഹിക്കുന്നു. മരം ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനേക്കാൾ ഉയരമുണ്ടാകുവാൻ പാടുള്ളതല്ല. കാൽനാട്ടുകർമ്മം കഴിഞ്ഞാൽ അവിടെ ദേവീ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഈ മരത്തിന്റെ ചുവട്ടിൽ വിളക്കും നിവേദ്യങ്ങളും പൂജകളും സമർപ്പിക്കുകയും ചെയ്യുന്നു. കാൽനാട്ടുകർമ്മം നടത്തിയിട്ടുള്ള നെടുമ്പുരയിൽ ദേവീ സാന്നിധ്യം സങ്കല്പിച്ച് കണ്ണാടി ബിംബം വച്ച് വിധാനങ്ങൾ വച്ചൊരുക്ക്, പീഠം, വാള്, അഷ്ടമംഗല്യം, പത്മമിട്ട വിളക്ക്, വാദ്യമേളങ്ങളായ ചെണ്ട, ചേങ്ങിലയും ഈ മംഗളകർമ്മം വിഘ്നം കൂടാതെ നടക്കുന്നതിന് ഗണപതി, സരസ്വതി, ഗുരുക്കന്മാർ, ദേവി തുടങ്ങിയവരെയൊക്കെ ധ്യാനിച്ച് പാടുകയും ചെയ്യുന്നു. നെടുമ്പുരയിൽ ആദ്യമായി കത്തിക്കുന്ന വിളക്ക് കെടാവിളക്കായി 12 ദിവസം സൂക്ഷിക്കുന്ന കളം വരയ്ക്കുന്നതിനുള്ള അവകാശം വൈക്കത്ത് പുതുശ്ശേരി കുറുപ്പിനാണ് ഉള്ളത്. ആ തറവാട്ടിലേക്ക് ഈ സ്ഥാനം കൊടുത്തിട്ടുള്ളത് വടക്കൻകൂർ രാജാവാണ്. ചാണകം മെഴുകിയ തറയിൽ പ്രകൃതിദത്തമായ പഞ്ചവർണ്ണപ്പൊടികളായ ഉമികരിച്ചത്, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, വാകപ്പൊടി, മഞ്ഞളും ചുണ്ണാമ്പും കൊണ്ടുണ്ടാക്കിയ ചുവന്ന പൊടി, ഇതുകൂടാതെ പൊടികൾ ചേർത്തുണ്ടാക്കുന്ന വിവിധ വർണ്ണങ്ങളായ പൊടികളും കളം വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. ആദ്യ ദിവസം 8 കൈകൾ മുതൽ 16 കൈകൾ, 32 കൈകൾ, 64 കൈകൾ ഈ വിധമാണ്. 1-ാം ദിവസം തുടങ്ങുന്ന കളം അനുക്രമമായി വളരുന്നതായിട്ടാണ് സങ്കല്പം. കാലം കൂടുന്ന ദിവസങ്ങളിൽ 64 കൈകളിൽ 64 ആയുധങ്ങളുമായി ദേവിയുടെ വാഹനമായ വേതാളത്തിന്റെ പുറത്ത് എഴുന്നള്ളുന്ന സംഹാരരൂപമായ ഭദ്രകാളിയുടെ കളമാണ് രൂപം കൊള്ളുന്നത്. അവസാന ദിവസം വരയ്ക്കുന്ന കളത്തിന് 500 ചതുരശ്ര അടി വിസ്തീർണം ഉണ്ടായിരിക്കും. 50 കിലോ വീതം അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, വാകപ്പൊടി, ഉമിക്കരിയും മറ്റു പൊടികളും ആവശ്യമായി വരുന്നു. 20-ൽ കൂടുതൽ ആൾക്കാർ 16 മണിക്കൂറിലധികം സമയം ചെലവഴിച്ചാണ് 12-ാം ദിവസത്തിലെ ഈ കളം പൂർത്തീകരിക്കുന്നത്. ദേവിയുടെ സ്ഥാനങ്ങൾക്ക് 5 പറയിലധികം നെല്ലും 5 പറയിലധികം ഉണക്കലരിയും ഉപയോഗിക്കുന്നു. കളത്തിൻ്റെ പകുതി ഭാഗം ദേവീ ചൈതന്യവും മറുഭാഗം അസുര ചൈതന്യവും നന്മ തിന്മകളെ സങ്കല്പിക്കണം. പീഠം, വസ്ത്രം, കമുകിൻ പൂക്കുല, നാളികേരം, കരിക്ക്, തെങ്ങിൻ ചുട്ട, വെറ്റില, പാക്ക്, പട്ട് മുതലായവയും നെല്ല്, അരി, മഞ്ഞൾ, മലർ, പൂവ് തുടങ്ങിയ നിറപ്പറകളും കളത്തിൽ സമർപ്പിക്കുന്നു. കുരുത്തോല, വാഴക്കുല, കരിക്കിൻ കുല, പൂമാലകൾ, തോരണങ്ങളാൽ നെടുമ്പുര അലങ്കരിക്കുന്നു. അതിരാവിലെ മുതൽ വരയ്ക്കുവാൻ തുടങ്ങുന്ന കളം വൈകുന്നേരം ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി തുറന്നു കൊടുക്കുന്നു. ദീപാരാധന കഴിഞ്ഞ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന താലപ്പൊലികളെല്ലാം കളത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. വൈക്കത്തപ്പൻ്റെ വടക്കേ നടയിലുള്ള കൊച്ചാലിൻ ചുവട്ടിൽ പൂജയും നിവേദ്യവും നടത്തി ദേവിയെ എതിരേറ്റ് വെളിച്ചപ്പാടും സ്ത്രീകൾ പിടിക്കുന്ന കുത്തുവിളക്കുകളും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്ത് ആനയിച്ച് നിർത്തുന്നു. വൈക്കത്തപ്പൻ്റെ അത്താഴ ശ്രീവലി ആദ്യ പ്രദക്ഷിണം വടക്കുവശത്ത് എത്തുന്നതോടെ ദേവിയും ഒന്നിച്ച് 3 പ്രദക്ഷിണം പൂർത്തിയാക്കി വൈക്കത്തപ്പൻ ശ്രീകോവിലിലേക്ക് ദേവീകളത്തിലേക്കും പ്രവേശിക്കുന്നു. വൈക്കത്തപ്പൻ്റെ നട അടച്ച ശേഷം കുറുപ്പന്മാർ വിധിപ്രകാരമുള്ള പൂജയും തിരിയൊഴിച്ചിലും നടത്തി ദേവീ സാന്നിധ്യമുള്ള തിടമ്പ് തൂണിൻ ചുവട്ടിൽ സമർപ്പിച്ച് കളമ്പാട്ട് തുടങ്ങുന്നു. ദേവീ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പാട്ടിൻ്റെ ഇതിവൃത്തം ഭദ്രോൽപത്തിയും ഭദ്രകാളി സ്തുതിയും ധാരികവധവും കേശാദിപാദ പാദാദി കേശവർണ്ണനയും സ്തുതികളും ആണ്. 1 മണിക്കൂർ കൊണ്ട് പാട്ട് അവസാനിച്ച് കളത്തിൽ കർപ്പൂര ആരാധനയ്ക്ക് ശേഷം കളത്തിൽ പൂക്കില കൊണ്ട് കാൽ മുതൽ നഖം വരെയുള്ള ഭാഗങ്ങൾ മായ്ക്കുന്നു. കളം വരയ്ക്കുന്ന പൊടികൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്യുന്നു. രോഗശാന്തിക്കും ഐശ്വര്യത്തിനും വേണ്ടി ഭക്തജനങ്ങൾ ഈ പ്രസാദം വീടുകളിൽ ശുദ്ധമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നു. 12-ാം ദിവസം വടശ്ശേരി ഇല്ലക്കാർ കളത്തിന് പുറത്ത് രാത്രി ഗുരുതി കളം ഒരുക്കുന്നു. അർദ്ധരാത്രിയിൽ നിണം കുറുക്കുകൊണ്ടുള്ള ഗുരുതി സമർപ്പിച്ച് പാട്ട് കാലം കൂടുന്നു. ഗുരുതിക്ക് ശേഷം ക്ഷേത്ര മതിൽക്കകത്ത് ഉത്സവാദികൾ നടത്താറില്ല. കാൽനാട്ടിയിരിക്കുന്ന മരം പാട്ട് കഴിഞ്ഞ് 7 ദിവസം കഴിയുമ്പോൾ മതിൽക്കകത്ത് ആൾ സഞ്ചാരമില്ലാത്ത സ്ഥലത്ത് ആഴത്തിൽ വിധിപ്രകാരം കുഴിച്ചു മൂടുന്നു. കളത്തിൽ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന വഴിപാടുകളുടെ വിഹിതം കൊടുങ്ങല്ലൂരിൽ കൊണ്ടുപോയി ദേവിക്ക് സമർപ്പിച്ച് തെറ്റുകുറ്റങ്ങൾ പൊറുക്കുവാൻ സംഘാടകരും അധികാരികളും പ്രാർത്ഥിക്കുന്നു.
ഇടക്കാലത്ത് മുടങ്ങിപ്പോയ വടക്കുപുറത്തുപാട്ട് 1965 ശ്രീ വൈക്കം വാസുദേവൻ നായരാണ് പുനരാരംഭിച്ചത്.